എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം. അങ്ങനെ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അലോവേര വെച്ചിട്ടുള്ള നല്ലൊരു ഹെയർ കെയർ മെത്തേഡാണ് കേട്ടോ. നമ്മുടെ മുടിയുടെ ഡ്രൈനെസ് മാറ്റാനും സ്പ്ലിറ്റൻസ് മാറ്റാനും നമ്മുടെ മുടി കൊഴിച്ചിൽ മാറ്റാനും മുടി നന്നായിട്ട് വളരാനും മുടി തിളക്കത്തോടെ കൂടി വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഹോം റെമഡിയാണ്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും അലോവേര ജെല്ല്. എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്നൊന്ന് പോയി നോക്കാം. നമ്മുടെ വീട്ടിൽ തന്നെ നട്ട് വളർത്തിയിട്ടുള്ള അലോവേരയാണിത്. ഇങ്ങനെ ഒരുപാട് അലോവേരകളുണ്ട് ഇവിടെ. എനിക്ക് അലോവേര ആവശ്യമായിട്ട് വന്നപ്പോൾ ഒരു ചെടി ഞങ്ങൾ മേടിച്ച് കൊടുന്ന് വെച്ചതാണ് കേട്ടോ. ഇങ്ങനെ പൂവൊക്കെ വന്നിട്ടുള്ളൊരു ചെടിയില്ലേ, നമ്മുടെ ഒരു വീട്ടിൽ നിന്ന് നമുക്കറിയാവുന്നൊരു വീട്ടിൽ നിന്ന് മേടിച്ച് കൊടുന്ന് വെച്ചിട്ടുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ ഓരോ ചെടികളായിട്ട് നല്ല ആരോഗ്യത്തോടു കൂടിയിട്ട് തന്നെ അവയെ നോക്കി വളർത്തിയതാണ്. ഞാനല്ല കേട്ടോ, ഏട്ടനാണ് ഇതിന് ഫുള്ള് ക്രെഡിറ്റ്. ഏട്ടൻ തന്നെയാണ് ഇതൊക്കെ എനിക്ക് ചെയ്തു തരാറുള്ളതും. അങ്ങനെ ഞാൻ നല്ല 2 അലോവേരയുടെ തണ്ട് നോക്കിയിട്ട് അതൊന്ന് മുറിച്ചെടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അലോവേരയുടെ 2 സൈഡ് അവിടെ ചെത്തി കൊടുക്കുക. നമ്മുടെ മുള്ളു ഭാഗം ഇല്ലേ, അതവിടെ ചെത്തി കൊടുത്തതിന് ശേഷം ഒരു കനമുള്ള സ്പൂണ് വെച്ചിട്ട് നമ്മുടെ അലോവേരയുടെ തണ്ടിൻ്റെ കനമുള്ള ഭാഗത്തുനിന്ന് പിന്നിലോട്ട് സ്പൂൺ കൊണ്ട് തിക്കി കൊടുത്തു കഴിഞ്ഞാൽ, അതായത് അതിൻ്റെ മാംസം ഒന്നും പെടാതെ ആ തൊലി മാത്രം ഫോക്കസ് ചെയ്ത് നമ്മൾ തിക്കി കൊടുത്തു കഴിഞ്ഞാൽ അലോവേര ജെല്ലൊന്നും നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് അലോവേരയുടെ തൊലി നമുക്ക് നീക്കിയെടുക്കാൻ പറ്റും. ഇങ്ങനെ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഷെയർ ചെയ്തതാണ് കേട്ടോ. എന്നിട്ട് നമുക്കതൊന്ന് വൃത്തിയായി കഴുകിയെടുക്കണം. അലോവേര മുറിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് നേരം അതിൻ്റെ തണ്ട്, അതായത് മുറിച്ച ഭാഗം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുക. അതിൽ നിന്നൊരു മഞ്ഞ കറ പോകാനുണ്ട്. അത് നമ്മുടെ മുഖത്തോ മുടിയിലോ ആയിക്കഴിഞ്ഞാൽ നമുക്ക് തല ചൊറിച്ചിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇറിറ്റേഷനൊക്കെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം, ഒരു 10-15 മിനിറ്റ് നേരം നിങ്ങൾ വെള്ളത്തിലിട്ടതിന് ശേഷം മാത്രം ഈ പ്രോസസ്സൊക്കെ ചെയ്താൽ മതി കേട്ടോ. അതിനുശേഷം നമ്മൾ നല്ലൊരു വൃത്തിയുള്ള ഒരു ചീർപ്പ് എടുക്കുക. ഒരു പാൻ ചീർപ്പ് പോലത്തെ കണ്ടോ, ഇതേപോലെ നല്ല പല്ലടുപ്പുള്ള ഒരു ചീർപ്പ് എടുത്തതിന് ശേഷം ഇതേപോലെ ചീർപ്പ് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചീകി കൊടുക്കുക. അതായത് നമ്മൾ മായ്ക്കില്ലേ, അതേപോലെ മീൻ്റെ ചിളക്കൊക്കെ കളയില്ലേ, അതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ജെല്ല് നമുക്ക് ഇതേപോലെ കുറച്ച് തിക്കായിട്ടും കുറച്ച് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ കിട്ടും. എന്നിട്ട് നമുക്കതൊരു വൃത്തിയുള്ള ഒരു പാത്രത്തിലോട്ട് പിഴിഞ്ഞെടുക്കണം. അതായത് വൃത്തിയുള്ള ഒരു പാത്രം എടുക്കുക, അതിലോട്ടൊരു കോട്ടൻ്റെ തുണിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കുക. നല്ലോണം ഗ്യാപ്പുള്ള തുണി വെക്കരുത്. അതിൻ്റെ ആ ജെല്ലിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ നമുക്ക് പാത്രത്തിലോട്ട് വീഴാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഷിഫോൻ്റെ ഷോളോ അല്ലെങ്കിൽ ഇതേപോലത്തെ ടവലോ ഉപയോഗിച്ചിട്ട് വേണം നിങ്ങൾ അലോവേര ജെല്ല് പിഴിഞ്ഞെടുക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ. അപ്പോൾ ഞാനത് ഒരു ടവലിലോട്ട് അത് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കത് പിഴിഞ്ഞെടുക്കണം. നന്നായിട്ട് ഇതേപോലെ കൈകൊണ്ട് പിഴിഞ്ഞെടുക്കുക. ഇതേപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫ്രഷ് ആയിട്ടുള്ള അലോവേര ജെല്ല് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാറില്ല. പക്ഷേ എൻ്റെ അമ്മ യൂസ് ചെയ്യാറുണ്ട്. അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്കത് എങ്ങനെയാണ് അനുഭവം എന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസത്തിന് കൂടുതൽ നിങ്ങളതെടുത്ത് ഉപയോഗിക്കരുത്. 2 ദിവസം നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിച്ചാൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്നിട്ട് നമ്മളത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുകയാണ് അല്ലേ. ഇതേപോലെ പിഴിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് അലോവേര ജെല്ല് ഇത്രത്തോളം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ തലയിലേക്കും മുടിയിലേക്കൊക്കെ ഇത് മതി. ഞാൻ തലയിൽ തേക്കുന്നില്ല, എന്നാൽ മുടിയിൽ മാത്രം തേച്ച് പിടിപ്പിച്ചിട്ടുള്ള ഒരു ഹെയർ കെയർ മെത്തേഡാണ് ഞാനിന്ന് കാണിക്കുന്നത്. മുടിയുടെ ഡ്രൈനെസ് മാറ്റാനും സ്പ്ലിറ്റൻസ് വരാതിരിക്കാനും നല്ല ഷൈനിങ്ങോടെ കെടുക്കാനും. നിങ്ങൾ ഷാമ്പു യൂസ് ചെയ്യുന്ന ദിവസമാണ്, അല്ലെങ്കിൽ നിങ്ങൾ തലയിൽ നല്ലോണം കുളുക്കൻ എണ്ണ തേക്കുന്ന ദിവസമാണ്. നിങ്ങൾക്ക് ഷാമ്പു യൂസ് ചെയ്താൽ മുടി ഡ്രൈ ആയിട്ടുള്ളൊരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ മുടി പൊട്ടിപ്പോകുന്ന പ്രശ്നമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തല നന്നായിട്ട് ചളി കളിക്കുന്ന ദിവസം നമ്മുടെ മുടിയിലും തലയുടെ ഊട്ടിലും എല്ലായിടത്തും നമുക്ക് ഇത് തേച്ച് പിടിപ്പിക്കാവുന്നതാണ്. നമ്മുടെ മുടിയുടെ ഷാമ്പു ഉപയോഗിച്ചുകൊണ്ടുണ്ടാവുന്ന ഡാമേജുകളൊന്നും വരാതെ പ്രൊട്ടക്റ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ എത്ര നല്ല നാച്ചുറൽ ഷാമ്പു ആണ് എന്ന് പറഞ്ഞാലും ഷാമ്പു ഉണ്ടാക്കുന്നത് കുറച്ച് കെമിക്കലൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മുടിക്ക് ദോഷമില്ലാത്ത രീതിയിലുള്ള കെമിക്കൽസ് വെച്ചിട്ട് നമുക്ക് ഷാമ്പു ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എന്നാലും നമ്മുടെ മുടിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് അല്ലേ. അപ്പോൾ ഇതേപോലെ ഉള്ള മുടി നമുക്ക് നന്നായി സംരക്ഷിക്കാൻ പറ്റുന്ന നല്ലൊരു ഹെയർ കെയർ മെത്തേഡാണ് ഇന്ന് ഞാൻ കാണിച്ചത്. വളരെ സിമ്പിളാണ്. കുട്ടികൾക്കും വലിയവർക്കും വയസ്സായവർക്കൊക്കെ ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോം റെമഡിയാണ് കേട്ടോ. ഇതിൽ വേറെ ഒരു ഐറ്റംസും ഞാൻ ചേർത്തിട്ടില്ല. എൻ്റെ എണ്ണ രൂപശ്രീ ഹെയർ ഓയിൽ നല്ലോണം തലയിലും മുടിയിലൊക്കെ കുളുക്കനെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ
അലോവേര ജെല്ല് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എണ്ണ തേക്കാതെ തന്നെ ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചിരുന്നു, ഇപ്പോൾ ഹെയർ ഓയിൽ മേടിക്കാൻ പറ്റാത്തവർ എങ്ങനെയാണ് മുടിയുടെ ഡാമേജും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ചെയ്യണമെന്ന്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് മുടിയുടെ പ്രശ്നങ്ങളൊക്കെ നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ പറ്റും. വാക്സിനേഷന് ശേഷവും അതേപോലെ തന്നെ കുടലിലെ വെള്ളത്തിൽ കുളിച്ചതിന് ശേഷം എൻ്റെ മുടിക്കുണ്ടായ ഡാമേജുകൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ബിസ്ക്കറ്റ് പൊടിയുന്ന പോലെയായിരുന്നു എൻ്റെ മുടി പോയിരുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് റിക്കവർ ചെയ്യാൻ സഹായിച്ചത് ഒന്ന് നമ്മുടെ അലോവേര ജെല്ലും അതേപോലെ തന്നെ രൂപശ്രീ ഹെയർ ഓയിലാണ്. എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഹെയർ ഓയിലാണ്. അപ്പോൾ മുടിക്ക് എല്ലാവർക്കും പ്രശ്നം വരാം, മുടി എന്നും ഒരുപോലെ ഇരിക്കില്ല. അപ്പോൾ ഉള്ള മുടി നമുക്ക് നല്ല രീതിയിൽ ആരോഗ്യത്തോടെ വളർത്തണമെങ്കിൽ നമ്മുടെ ഹെൽത്തും അതേപോലെ തന്നെ ഇങ്ങനെയുള്ള എക്സ്റ്റേണൽ ഹെയർ കെയറും നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. അത് നമ്മുടെ സ്കിന്നിൻ്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. പാരമ്പര്യമായി കിട്ടിയതാണ്, അല്ലെങ്കിൽ ഇത് എൻ്റെ അമ്മയുടെ മുടി എനിക്ക് കിട്ടിയതാണെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസും അതേപോലെ തന്നെ നമ്മൾ പുറമേ ഉപയോഗിക്കുന്ന കെമിക്കൽസും അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മുടെ മുടി നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എല്ലാവരും ഉള്ള മുടി, അതായത് നമുക്ക് ഓരോരുത്തർക്കും ഉള്ള മുടി നന്നായിട്ട് കെയർ ചെയ്യാൻ നോക്കുക. അതേപോലെ തന്നെ നമ്മുടെ സ്കിന്ന്, നമുക്ക് ഉള്ള സ്കിന്ന് ഡാമേജ് ഒന്നും വരാതെ സൺ ടാൻ ഒന്നും അടിക്കാതെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് തലയിൽ തേച്ച് പിടിപ്പിക്കുമ്പോൾ നമ്മുടെ തലയിൽ ഒരൊറ്റ കെട്ടുപാടില്ല കേട്ടോ, മുടിയിൽ കെട്ടുപാടില്ല. തലയെ നല്ല കെട്ടറുത്ത് വൃത്തിയാക്കി കെട്ടിയതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇത് തലയിൽ തേച്ച് പിടിപ്പിക്കാൻ പാടുള്ളൂ. ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷാമ്പൂ അല്ലെങ്കിൽ വെറുതെ നോർമൽ പച്ചവെള്ളത്തിൽ നിങ്ങൾക്ക് കഴുകിക്കളയാവുന്നതാണ്. ഷാമ്പൂ ഇടുന്നത് തലയിൽ കുളുക്കൻ എണ്ണ തേച്ചിട്ട് ഇതാണ് തേക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഷാമ്പൂ യൂസ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമൽ പച്ചവെള്ളത്തിൽ തന്നെ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു. ആഴ്ചയിൽ ഒരു ദിവസം നമുക്കിത് ചെയ്യാവുന്നതാണ് കേട്ടോ.